പൂക്കൾ പ്രകൃതിയുടെ ശുദ്ധവും മനോഹരവുമായ സൃഷ്ടിയാണ്. ലോകമെമ്പാടുമുള്ള അഭിവൃദ്ധി പ്രാപിക്കുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് പൂവ്യാപാരം. ഒരു വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും അറിയിക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് പുഷ്പം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അമറില്ലീസ് എന്ന പുഷ്പത്തെ പറ്റിയാണ്. അമറില്ലീസ് എന്നത് അമറില്ലിഡിനെ എന്ന ഉപഗോത്രത്തിലെ ഏക ജനുസാണ്. 2 സ്പീഷീസുകളുള്ള പൂവിടുന്ന ബൾബുകളുടെ ഒരു ചെറിയ ജനുസ്രാണ്ടിൽ കൂടുതൽ അറിയപ്പെടുന്നത്. അമറില്ലീസ് ബെല്ലഡോണ ദക്ഷിണാഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പ് മേഖലയിലെ, പ്രത്യേകിച്ച് ഒലിഫൻസ് റിവർ വാലിക്കും നൈസ്നേക്കും ഇടയിലുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ തെക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ സ്വദേശങ്ങളാണ്. അമറില്ലീസ്, ഹിപ്പിയാസ്ട്രം എന്നീ ജനറ്റിക് പേരുകളിൽ വർഷങ്ങളായി സസ്യശാസ്ത്രജ്ഞർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇതിന്റെ ഒരു ഫലമായാണ് അമറില്ലീസ് എന്ന പൊതുനാമം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിന് ശൈത്യകാലത്ത് വീടിനുള്ളിൽ പൂക്കാനുള്ള കഴിവുള്ളതിനാൽ വ്യാപകമായി വിളിക്കപ്പെടുന്നു. അമറില്ലീസ് ജനുസിലെ സസ്യങ്ങളെ ബെല്ലഡോണ ലില്ലി, ജേഴ്സി ലില്ലി, നെക്കറ്റ് ലില്ലി, അമറില്ലോ, തെക്കൻ ഓസ്ട്രേലിയയിൽ ഈസ്റ്റർ ലില്ലി അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ മാർച്ച് ലില്ലി എന്ന് വിളിക്കുന്നു. പൂക്കളുടെ ആകൃതിയും വളർച്ചാശീലവും കാരണം ലില്ലി എന്ന് വിളിക്കുന്നു. ലില്ലി എന്ന് പൊതുനാമമുള്ള നിരവധി ജനുസുകളിൽ ഒന്നാണിത്. എന്നിരുന്നാലും അവ യഥാർത്ഥ ലില്ലിയായ ലിലിയയുമായി വിദൂര ബന്ധമുള്ളവയാണ്. പൂക്കളുടെ വിക്ടോറിയൻ ഭാഷയിൽ അമറില്ലീസ് എന്നാൽ സ്നേഹം, സൗന്ദര്യം, നിശ്ചയദാർഢ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ പ്രതീക്ഷയെയും നേട്ടത്തെയും പ്രതിനിധിക്കാനും കഴിയും. സാധാരണ നിറം ചുവപ്പ് നിറമുള്ള വെള്ളയാണ്, പക്ഷേ പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ സ്വാഭാവികമായും സംഭവിക്കുന്നു. കേസരങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടിസ്ഥാനപരമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. തളർന്ന് അസസമാണ്, ശൈലി ക്ഷയിച്ചിരിക്കുന്നു. കളങ്കം 3 ഭാഗമുള്ളതാണ്. അണ്ഡങ്ങൾ ഏകദേശം ഓരോ ലോക്കിനും 8 വിത്തുകൾ. കംപ്രസ് ചെയ്ത ഗോളാകൃതിയിലാണ്. വെള്ള മുതൽ പിങ്ക് വരെ. ക്രോമസോണുകളുടെ എണ്ണം 22 ആണ്. ഇതൊക്കെയാണ് അമറില്ലീസ് എന്ന പുഷ്പത്തിന്റെ വിശേഷണങ്ങൾ.